നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. കൈസർക്കുള്ളക്കരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം പരീശന്മാർ ചെന്നവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവൻ ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്കെന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്നവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ടവനെ വിട്ട് പൊയ്ക്കളഞ്ഞു. ഇസ്രയേലിൽ അക്കാലത്ത് പല ഭക്തി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. പരീശന്മാര്, ശാസ്ത്രിമാര്, എസ്സേന്യര്, ഹേരോദ്യര്, എരിവുകാര്, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ചിലരൊക്കെ കൈസർക്കെതിരായിരുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ അടിമത്തം ശരിയല്ല, അതുകൊണ്ട് ഒരു സായുധ വിപ്ലവത്തിലൂടെ അധികാരം തിരിച്ചു പിടിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആയിരുന്നു. വേറെ ചിലർ ഉപദേശപരമായിട്ട് വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു, പ്രത്യേകിച്ച് സാധൂക്യർ. പരീശന്മാർ നല്ല ഉപദേശം ഹോൾഡ് ചെയ്യുന്നവരായിരുന്നെങ്കിലും കപടഭക്തരായിരുന്നു. ഹേരോദ്യർ അല്പം ദുർനടപ്പിനെ ഒക്കെ അംഗീകരിക്കുന്നവരായിരുന്നു. ഹേരോദാവിൻ്റെ കാര്യം നമുക്കറിയാം. സഹോദരൻ്റെ ഭാര്യയെ അപഹരിക്കുന്നതൊന്നും തെറ്റായിട്ട് അയാൾ കരുതിയിരുന്നില്ല. ഇവിടെ പരീശന്മാർ നല്ല ഉപദേശം മുറുകെ പിടിക്കുന്ന ആളുകൾ ഈ ദുർനടപ്പുകാരായ അല്ലെ ദുർനടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹേരോദ്യരുമായിട്ട് കൂട്ടുകൂടുകയാണ് യേശുവിൻ്റെ കാര്യത്തിൽ. പീലാത്തോസ് കുറെ ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളിൽ കലർത്തിയ കാരണത്താൽ ഹേരോദാവുമായിട്ട് പിണക്കത്തിലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ ഹേരോദാവും പീലാത്തോസും ഒന്നായി. അതുപോലെ പരീശന്മാരും ഹേരോദ്യരും ഒന്നായി. അവർ യേശുവിനെ കൊടുക്കാൻ വേണ്ടി, അതായത് യേശു രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ഈ രണ്ടു കൂട്ടരേക്കടെ ഒരുമിച്ചയച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, കൈസർ കരം കൊടുക്കുന്ന വിഹിതമോ? ഇത് ചോദിക്കുന്നതിന് മുമ്പ് യേശുവിനെ ഒന്ന് പുകഴ്ത്തിയവർ. നീ നീതിമാനാണ്, നീ സത്യവാനാണ്, പിന്നെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ്, ആരെയും ശങ്കിക്കാത്തവനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. പണ്ട് നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ പോലെയാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. ഇതൊക്കെയാണ് നിക്കോദിമോസ് പറഞ്ഞു. യേശു പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. നിനക്കും കഴിയില്ല, അവർക്കും കഴിയില്ല. ഒന്നേന്ന് തുടങ്ങണം, ജനിക്കണം, പുതുതായി ജനിക്കണം. നിക്കോദിമോസ് ജീവിതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ ജീവിതം വളരെ നല്ലതാണ്. യേശു ജനനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വീണ്ടും ജനിക്കണം. ജീവിതം നന്നാക്കിക്കൊണ്ടായില്ല, ദൈവത്തിൽ നിന്ന് ജനിക്കണം, ദൈവമകനായിട്ട് ജനിക്കണം, എങ്കിലേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയുമെന്നാണ് യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്. ഇവിടെ യേശുവിനെ വളരെ പുകഴ്ത്തി, നീ ധൈര്യമായിട്ട് ഒരുത്തനും പേടിക്കാതെ, കൈസറെ പേടിക്കാതെ നീ ഉള്ളത് സത്യം പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ അതേ ചിന്താഗതിയാണ് ഞങ്ങൾക്കും. കൈസർക്കാരൻ കൊടുക്കുന്ന വിഹിതമോ? യേശു അവരുടെ വായിൽ നാക്കുമല്ല, അവരുടെ ഹൃദയത്തെയാണ് നോക്കിയത്. അവരുടെ ഹൃദയത്തിൽ തന്നെ കുരുക്കാനായിട്ട് ഉള്ള തന്ത്രമാണുള്ളതെന്ന് യേശു സർവജ്ഞാനിയായ യേശു മനസ്സിലാക്കി. പ്രിയപ്പെട്ടവർ, യേശുവിനെ
യഹൂദന്മാരുടെ ഒരു ഉപദേഷ്ടാവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വളരെയുണ്ട്. യേശു ഇവിടെ വന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു അല്ല പറഞ്ഞത്. ഇത് പല ക്രിസ്ത്യാനികൾക്കും അറിഞ്ഞുകൂടാ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് യേശു അല്ല. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം വായിച്ചാൽ ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവനാണ്, ന്യായശാസ്ത്രിയാണ് പറഞ്ഞത്, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക. നീ പറഞ്ഞു ഉത്തരം ശരി എന്ന് യേശു പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതുപോലെ ഒരിക്കൽ യേശുവിനോട് ഒരു യുവാവ് വന്ന് ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ, അതായത് കൽപ്പന ആചരിക്കാം. എന്തെന്ന് ചോദിച്ചപ്പോൾ 10 കൽപ്പനയുടെ ചുരുക്കം യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവ് സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, അത് നീ പറഞ്ഞത് ശരിയാണ്, ഞാനത് ചെറുപ്പം മുതലേ ആചരിച്ചു വരുന്നു. യേശു ഇവിടെ വന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയാനല്ല. പ്രിയപ്പെട്ടവരെ, യേശു സത്യം പറയുന്ന ആളാണ്. ഇവിടെ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ യേശുവിന് നമ്മുടെ ഹൃദയം അറിയാം. തൻ്റെ അടുക്ക വരുന്ന ആളുകൾ എന്ത് ആന്തരത്തിലാണ് വരുന്നത് എന്നുള്ളത് യേശുവിന്, സർവജ്ഞാനിയായ യേശുവിന് അറിയാം. യേശു അവരുടെ ഹൃദയത്തിലെ ചതുവ് മനസ്സിലാക്കിയിട്ട് അവരോട് ഉത്തരം പറയുകയാണ്. ഓക്കെ, ഒരു നാണയം കാണിച്ച്. യേശുവിൻ്റെ കയ്യിൽ ഒരു നാണയം എടുക്കാൻ ആ പോക്കറ്റിലില്ലായിരുന്നു. ഇന്നത്തെ മത നേതാക്കളുടെ ഒക്കെ, എന്തിനാ മത നേതാക്കളുടെ കാര്യം, ന്യായാധിപന്മാരുടെയൊക്കെ വീട്ടിൽ കൂട്ടികൾ, അത് ചില സമയത്ത് അറിയാതെ തീ പിടിച്ചിട്ട് അത് കത്തിപ്പോവുകയാണ്. കോടികൾ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഒരു നാണയം എടുക്കാനില്ലായിരുന്നു. അതാണ് യേശുവിൻ്റെ മഹത്വം. ഒരു നാണയം കാണിച്ച് അവർ കാണിച്ചു, ഒരു വെള്ളിക്കാശ് കാണിച്ചു. ഇതിലെ സ്വരൂപം മേലെടുത്തും ആരുടേത്? കൈസറുടേത്. എന്തിനാ കൈസർ അതിൽ തൻ്റെ സ്വരൂപം മേലെടുത്തും പതിപ്പിച്ചിരിക്കുന്നത്? തനിക്ക് അവകാശമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക. കൈസർക്ക് നാണയത്തിൽ ഒരു അംശമാണ് വേണ്ടത്. അതിനാണ് തൻ്റെ സ്വരൂപവും മേലെടുത്തും പതിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ യേശു അവിടെ കൂടെ നിർത്തിയില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്ന് പറഞ്ഞു. പല പുരോഹിതന്മാരും പാസ്റ്റർമാരും ഉപദേശിമാരും എല്ലാം വിചാരിക്കുന്നത് നിനക്കുള്ള വരുമാനത്തിൽ നിന്ന് കൈസർക്കുള്ളത്, അതായത് കരം, വീട്ടുകരവും അതുപോലെ നിങ്ങളുടെ വസ്തുക്കളുടെ കരവും അതൊക്കെ കൊടുക്കുക, പിന്നെ ദശാംശം ദൈവത്തിനും കൊടുക്കുക. ഇതാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദശാംശം സഭയിൽ കൊണ്ടുവരണം എന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദശാംശം സഭയിൽ കൊണ്ടുവരണം എന്നൊരു ഉപദേശം വേദപുസ്തകത്തിലില്ല. ആഴ്ചതോറും ഒരു കളക്ഷൻ അതായത് ഒരു സ്തോത്രകാഴ്ച എടുക്കണം എന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല. നിങ്ങൾ ചിലർ പറയുമായിരിക്കും 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ നിങ്ങൾ ആഴ്ചതോറും ചരിതിച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊള്ളണം എന്നൊരു വാക്യം ഉണ്ടല്ലോ എന്ന്. അത് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലെ ദരിദ്ര വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തുന്നുണ്ടായിരുന്നു. മക്കദോന്യ വഴിയായിട്ട് പൗലോസ് യെരുശലേമിലേക്ക് പോകുമ്പോൾ കൊരിന്തിൽ നിന്നും ഇത് കളക്ട് ചെയ്തുകൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ കൈവശം വെച്ചാൽ മതി. നിങ്ങളെ സ്തോത്രകാഴ്ച സഞ്ചിയിൽ, കാണിക്കപാത്രത്തിൽ, ഭണ്ഡാരക്കുറ്റിയിൽ ഇടണമെന്ന് പൗലോസ് പറഞ്ഞില്ല. എല്ലാ ആഴ്ച തോറും ഒരു കളക്ഷൻ ഉണ്ടായിരിക്കണം. അതൊന്നും വേദപുസ്തകത്തിലില്ല. ദരിദ്രർക്ക്, യെരുശലേമിലെ ദരിദ്ര വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കളക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ഒരു ധർമ്മശേഖരം. ഇത് നിങ്ങൾ ഞായറാഴ്ചകളിൽ ആണല്ലോ പൗലോസ് വരുന്നത്, അവരെ കാണുന്നത്. നിങ്ങളുടെ കൈ വെച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ഞാൻ വന്നു കഴിഞ്ഞ് മാത്രം ഒരു കളക്ഷൻ എടുക്കാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. ഇതാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ പരിച്ഛേദനയുണ്ട്, ശാബതമുണ്ട്, പിന്നെ യാഗങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്, ദശാംശമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, ആദ്യഫലമുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞത് സഭയുടെ കാര്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തരുന്ന നന്മയിൽ നിന്നും സഭയ്ക്ക് കൊടുക്കണം എന്നൊരു വാക്യമില്ല.
എന്നാൽ ഗലാത്യലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നവനെല്ലാം നമ്മിൽ ഓഹരി കൊടുക്കണമെന്ന് 6-ാം അധ്യായത്തിലുണ്ട്. ദൈവദാസന്മാർക്ക് കൊടുക്കണം, അത് ശരിയാ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത്, സഭയ്ക്ക് മുഖക്കോട്ട കെട്ടരുതെന്നല്ല, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത്. അത് പുതിയ നിയമത്തിലുള്ളതാണ്, കൊരിന്ത്യർ ലേഖനത്തിലുള്ളതാണ്. അപ്പം ദൈവദാസന്മാർക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും അവർ ദൈവവേല ചെയ്യുന്നു, പൂർണ്ണസമയം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം. എന്നാൽ 10-1 സഭയ്ക്ക് കൊടുക്കണമെന്നൊരു ഉപദേശമില്ല. പക്ഷേ ഇന്നത്തെ പണ്ടത്തെ സഭകളും ഇന്നത്തെ സഭകളും, ന്യൂജൻ സഭകളും അല്ലാത്ത സഭകളും, അവരുടെ ഒരു പ്രധാന ഐറ്റമാണ് ഈ സ്തോത്രകാഴ്ച പിരിക്കുക, ദശാംശം പിരിക്കുക. അതിന് കൊടുത്തില്ലെങ്കിൽ ശാപവാക്കുകൾ വരെ ഉച്ചരിക്കുന്നവരുണ്ട്. നോ, പുതിയ നിയമത്തിൽ സഭാംഗങ്ങൾ സഭയ്ക്ക് 10-1 അല്ലെങ്കിൽ 100-1 കൊടുക്കണമെന്നൊരു വാക്യം ഇല്ല. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുപ്പീൻ എന്നാണ് യേശു പറഞ്ഞത്. അപ്പോസ്തലന്മാർ ദ്രവ്യാഗ്രഹത്തിൽ കണ്ണു നട്ടിരിക്കുന്നവർ ആയിരുന്നില്ല. ചക്കരവാക്കും മുഖസ്തുതിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് കൂടെ കൊടുക്കുന്ന ആളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ ദൈവസഭയെ വാണിഭശാലയാക്കാനായിട്ട് പാടില്ല. യേശു പറഞ്ഞത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പീനെന്ന് പറഞ്ഞ ദശാംശത്തിൻ്റെ സ്തോത്രകാഴ്ചയുടെ കാര്യമേ അല്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലൊരു നാണയമുണ്ട്. എന്താണത്? മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നിരിക്കുന്നു. എഫേസ്യ ലേഖനം 4:23 നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. അപ്പോൾ ദൈവമക്കളാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ള നാണയങ്ങൾ. നമ്മളെ തന്നെ കർത്താവിന് അർപ്പിക്കാൻ തയ്യാറാകണം. ദൈവത്തിനുള്ള ദൈവത്തിനെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിനായി തന്നെ സമർപ്പിക്കണം. ദൈവം എന്ത് ചെയ്തു അത് അംഗീകരിക്കണം. ദൈവത്തിൻ്റെ രക്ഷാമാർഗം അംഗീകരിക്കണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവവചനം പഠിക്കേണ്ടതുള്ള പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.